നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ഭാഗ്യക്കുറികൾക്ക് 40% GST വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധം. ഭാഗ്യക്കുറി സംരക്ഷണ സമിതി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കോട്ടയത്ത് ധർണ നടത്തി. ക്യാൻസർ രോഗികൾക്ക് ആശ്വാസം പകരാൻ ജില്ലയിൽ നടപ്പാക്കുന്ന പ്രഥമ റേഡിയേഷൻ ചികിത്സാ യൂണിറ്റിന് തറക്കല്ലിട്ടു. പദ്ധതി നടപ്പാക്കുന്നത് പാലാ ജനറൽ ആശുപത്രിയിൽ. ജനറൽ ആശുപത്രികളിൽ ക്യാൻസർ റേഡിയേഷൻ സൗകര്യമുള്ള ആദ്യ ചികിത്സാ കേന്ദ്രമാകാൻ പാലാ. കോട്ടയം മലരിക്കലെ ആമ്പൽ വസന്തം കടൽ കടന്നു. പിങ്ക് വസന്തം റിപ്പോർട്ട് ചെയ്ത് ഫ്രാൻസിലെ ദൃശ്യമാധ്യമം. കോട്ടയം തിരുനക്കരയിൽ ഹോട്ടലിൽ നിന്നുള്ള മലിനജലം പുറത്തേക്ക് ഒഴുക്കുന്നു. ബാത്റൂം മാലിന്യം ഉൾപ്പെടെ എത്തുന്നത് ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക്. പരാതിയുമായി തൊഴിലാളികൾ. വാർത്തകൾ വിശദമായി. ലോട്ടറിക്ക് മേലുള്ള GST 40% വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന ആവശ്യവുമായി ഭാഗ്യക്കുറി സംരക്ഷണ സമിതി. ഈ ആവശ്യം ഉന്നയിച്ച് കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. ലോട്ടറിയുടെ മേലുള്ള GST 40% വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്ന് ആവശ്യപ്പെട്ട് കേരള ലോട്ടറി സംരക്ഷണ സമിതി ജില്ലാ കേന്ദ്രങ്ങളിൽ സമരം നടത്തി. ഇതിന്റെ ഭാഗമായി കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ മുന്നിൽ ധർണ നടന്നു. കേരള ലോട്ടറി ഏജന്റ് യൂണിയൻ INTUC സംസ്ഥാന സെക്രട്ടറി ഫിലിപ്പ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നിലവിൽ ലോട്ടറിക്ക് GST 28%. അത് 40% വർദ്ധിപ്പിച്ചത് കേരള ഭാഗ്യക്കുറിയെ തകർക്കുമെന്നും തൊഴിലാളികളുടെ വരുമാനത്തെ സാരമായി ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാവങ്ങളായ വലിയ വലിയ രോഗങ്ങളുള്ള അവരുടെയൊക്കെ ഒരു ജീവിത മാർഗമാണ് എന്ന് മനസ്സിലാക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ കണ്ണ് തുറന്നേ മതിയാവും. ആ കണ്ണ് തുറക്കുന്ന സമീപനം വരെ ശക്തമായ സമരവുമായി ലോട്ടറി സംരക്ഷണ സമിതി മുന്നോട്ട് പോകും. പലരും ഇതിനെ വലിയ ഭീഷണങ്ങളൊക്കെ നൽകുന്നുണ്ട്. ഇത് ലോട്ടറി തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സമരമാണ്. ലോട്ടറി ട്രേഡേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി സിജോ പ്ലാന്തോട്ടം അധ്യക്ഷത വഹിച്ചു. ലോട്ടറി യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി TSN ഇളയത്, സ്ട്രീറ്റ് വെണ്ടർ ആൻഡ് ലോട്ടറി സെല്ലേഴ്സ് ഫോറം ജില്ലാ പ്രസിഡന്റ് PK ആനന്ദകുട്ടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ക്യാൻസർ രോഗികൾക്ക് ആശ്വാസം പകരാൻ ആരോഗ്യവകുപ്പിന് കീഴിൽ ജില്ലയിൽ നടപ്പാക്കുന്ന പ്രഥമ റേഡിയേഷൻ ചികിത്സാ യൂണിറ്റ് പാലാ ജനറൽ ആശുപത്രിയിൽ യാഥാർത്ഥ്യമാകുന്നു. റേഡിയേഷൻ ഓങ്കോളജി ബ്ലോക്കിന് ജോസ് കെ മാണി MP തറക്കല്ലിട്ടു. പണി പൂർത്തിയാകുന്നതോടെ ജില്ലയിൽ ഗവൺമെന്റ് ജനറൽ ആശുപത്രികളിൽ ക്യാൻസർ റേഡിയേഷൻ സൗകര്യമുള്ള ആദ്യ ചികിത്സാ കേന്ദ്രമായി പാലാ ജനറൽ ആശുപത്രി മാറും. രാജ്യത്ത് ആദ്യമായി ത്രിതല പഞ്ചായത്തുകളുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ്മയിലൂടെ വിഭാവനം ചെയ്ത് പ്രാദേശിക തലത്തിൽ ആരംഭിക്കുന്ന പ്രഥമ റേഡിയേഷൻ ഓങ്കോളജി ബ്ലോക്കിന് പാലാ K മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ ശിലപാകി. ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ജോസ് കെ മാണി MP ശിലാസ്ഥാപനം നടത്തി. ആദ്യമായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റി, ഇവിടെ ചെയർമാനുണ്ട്, മുനിസിപ്പൽ കൗൺസിലേഴ്സ് ഉണ്ട്, HMCയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്, ഇവിടെയുള്ള മറ്റ് ജീവനക്കാരും നഴ്സുമാരും ഡോക്ടേഴ്സും അവരുടെ പൂർണ്ണമായ ഒരു സഹകരണത്തോടു കൂടിയാണ് ഇത്രമാത്രം ബൃഹത്തായ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. ഞാൻ അവരെ എല്ലാവരെയും ഈ നാടിന് വേണ്ടി, ഇവരുടെ ജനങ്ങൾക്ക് വേണ്ടി നന്ദിയോടെ അനുമോദിക്കുകയാണ്. എല്ലാ ആശംസകളും നേർന്നുകൊള്ളുകയാണ്. MP ഫണ്ടിൽ നിന്നും അനുവദിച്ച 2.25 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ആരോഗ്യവകുപ്പിന് കീഴിൽ ജില്ലയിൽ നടപ്പാക്കുന്ന പ്രഥമ റേഡിയേഷൻ ചികിത്സാ യൂണിറ്റാണ് പാലാ K മാണി ക്യാൻസർ സെന്ററിൽ ആരംഭിക്കുന്നത്. ശിലാസ്ഥാപന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പരംസാഗർ, ജോസ് പുത്തൻകാല, രാജേഷ് വാലപ്ലാക്കൽ, ഡോക്ടർ TP അഭിലാഷ്, ഡോക്ടർ വ്യാസ് സുകുമാരൻ, ലസിക്കുട്ടി മാത്യു, ഡോക്ടർ അൻസാർ മുഹമ്മദ്, ഡോക്ടർ PS ശബരിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. പൊൻകുന്നം ടൗണിലും പരിസരങ്ങളിലും ഉണ്ടായിരുന്ന തെരുവ് നായ്ക്കൾ ഒരു ദിവസം കൊണ്ട് അപ്രത്യക്ഷമായി. മറ്റൊരു നായയെ വിഷം കൊടുത്തു കൊന്ന നിലയിലും കണ്ടെത്തി. സാമൂഹ്യവിരുദ്ധരുടെ പ്രവൃത്തി മൃഗസ്നേഹികളിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. പൊൻകുന്നം ടൗണിലും പരിസരങ്ങളിലും ഉണ്ടായിരുന്ന നായ്ക്കളെ ഒരു ദിവസം കൊണ്ട് കാണാനില്ലാത്തതും ഒരു നായയുടെ മരണവും സംബന്ധിച്ച് ആശങ്കകൾ ഉയരുന്നു. സാമൂഹ്യവിരുദ്ധരായ ചിലരുടെ ക്രൂരമായ പ്രവൃത്തിയുടെ ഫലമായാണ് ഇവയ്ക്ക് ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയത്. പൊൻകുന്നം HDFC ബാങ്കിന് മുന്നിലാണ് ഇന്ന് രാവിലെ ഒരു നായയെ അവശനിലയിൽ കണ്ടെത്തിയത്. ഉടൻ മൃഗാശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിഷം തിന്നതായി ഡോക്ടർ സ്ഥിരീകരിക്കുകയായിരുന്നു. പിന്നാലെ നായ മരണപ്പെടുകയും ചെയ്തു. ഈ പ്രദേശത്തിന്റെ തന്നെ കാവൽക്കാരനായിരുന്നു കൊല്ലപ്പെട്ട നായ. മറ്റ് നായ്ക്കളെ കാണാൻ ില്ലാത്തതും ഒരെണ്ണത്തിന്റെ മരണവും സംഘടിതമായ വിഷപ്രയോഗത്തിന്റെ ഫലമായിരിക്കാമെന്നാണ് മൃഗസ്നേഹികൾ സംശയിക്കുന്നത്.
ന്യൂസ് ബ്യൂറോ പൊൻകുന്നം. കോട്ടയം മലരിക്കലിലെ ആമ്പൽ വസന്തം കടൽ കടന്നു. ഫ്രാൻസിലെ പ്രമുഖ ദൃശ്യമാധ്യമത്തിലാണ് മലരിക്കലിലെ പിങ്ക് വസന്തം വാർത്തയായത്. മീനച്ചിലാർ മീനന്തരയാർ കൊടൂരാർ നദി പുനഃസംയോജന പദ്ധതിയുടെ ഭാഗമായി ആവിഷ്കരിച്ച മലരിക്കൽ ആമ്പൽ വസന്തം ലോകശ്രദ്ധ നേടുന്നു. ഫ്രാൻസിലെ പ്രമുഖ ദിനപത്രമായ ഫ്രാൻസ് 24-ൽ മലരിക്കലിലെ ആമ്പൽ വസന്തത്തെക്കുറിച്ച് വാർത്ത വന്നതോടെ ഈ കൊച്ചു ഗ്രാമം ലോകത്തിന്റെ പിങ്ക് വസന്തമായി മാറി. ടൂറിസം ഒരു നാടിന് വരുത്തിയ മാറ്റങ്ങളും ദൃശ്യ സൗന്ദര്യങ്ങളും ഈ പരിപാടിയിൽ വിവരിക്കുന്നുണ്ട്. ടൂറിസം ഭൂപടത്തിലേക്ക് കോട്ടയം നൽകിയ വിസ്മയ ലോകമാണ് മലരിക്കൽ. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ തിരുവാർപ്പിലെ മലരിക്കലിൽ ഈ വിസ്മയ കാഴ്ച കാണാം. കൊയ്ത്തു കഴിയുന്ന പാടങ്ങളിൽ കാണുന്ന ആമ്പലുകളാണ് ഇവിടെ കണ്ണുകൾക്ക് വസന്തം തീർക്കുന്നത്. വള്ളങ്ങളിൽ കയറി നോക്കത്താ ദൂരം പരന്നു കിടക്കുന്ന ആമ്പലുകൾ കാണാനുള്ള യാത്രയും സൂര്യാസ്തമന കാഴ്ചയുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. കോട്ടയം കുമരകം റൂട്ടിൽ ഇല്ലിക്കൽ വഴി തിരുവാർപ്പ് റോഡിലൂടെ 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മലരിക്കലിൽ എത്താം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം തിരുനക്കര ക്ഷേത്രത്തിന് സമീപമുള്ള ഹോട്ടലിൽ നിന്നും മലിനജലം റോഡിലേക്ക് ഒഴുക്കിവിടുന്നെന്ന പരാതിയുമായി ഓട്ടോറിക്ഷ തൊഴിലാളികൾ. ഓട്ടോ സ്റ്റാൻഡിലേക്ക് മലിനജലം ഒഴുകിയെത്തുന്നത് വളരെയധികം പ്രയാസമുണ്ടാക്കുന്നതായും ഇവർ പറയുന്നു. കോട്ടയം ടൗണിൽ ഹോട്ടലിൽ നിന്നുള്ള മലിനജലം റോഡിലേക്ക് ഒഴുകുന്നു. തിരുനക്കര ക്ഷേത്രത്തിന് സമീപമുള്ള BSNL ഓഫീസിന് മുമ്പിലുള്ള ഓട്ടോ സ്റ്റാൻഡിലാണ് സമീപ ഹോട്ടലിൽ നിന്നും മലിനജലം ഒഴുകിയെത്തുന്നത്. ഹോട്ടലിലെ ബാത്റൂം വേസ്റ്റ് വെള്ളം ഓടയിലേക്ക് ഒഴുക്കി വിടുകയാണെന്നും ഓട കവിഞ്ഞ് റോഡിലേക്കും ഓട്ടോ സ്റ്റാൻഡിലേക്കും വെള്ളം ഒഴുകുന്നെന്നും തൊഴിലാളികൾ പറയുന്നു. റോഡിൽ കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ ചവിട്ടുന്നത് ചൊറിച്ചിൽ പോലുള്ള ത്വക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നെന്നും ഇവർ പറയുന്നു. രാത്രിയിലാണ് സമീപത്തെ ഹോട്ടലിൽ നിന്നുള്ള മലിനജലം റോഡിലേക്ക് ഒഴുക്കുന്നതെന്നും തൊഴിലാളികൾ പറയുന്നു. നാളെ ഞങ്ങൾ ഓണം നോക്കാം, നിങ്ങൾ വരണമെന്ന് പറഞ്ഞു, ഞങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ട്. എന്നാലും ഇന്നലെ രാത്രി വെള്ളം തുറന്നിട്ടാണ് ഇവിടെ മൊത്തം വെള്ളമായി. ഞങ്ങൾ രാവിലെ വെള്ളമായി. ഇവിടെ രാവിലെ വരുമ്പോൾ എത്ര ഒരു മഴയില്ലെങ്കിലും ഇപ്പൊ മഴ വന്നു കഴിഞ്ഞാൽ ആയാലും കൂടും. ഇപ്പൊ മഴയില്ലെങ്കിലും ഇത് കാരണം ഇവിടെ വന്ന് ചീഞ്ഞ വെള്ളം നേരെ സ്റ്റാൻഡിലോട്ട് വന്ന് കിടക്കുക. രാവിലെ ഞങ്ങൾ വരുമ്പോൾ ഉണ്ട് ഇവര് ഇതെല്ലാം കട അടച്ചുന്നതിന് മുമ്പ് അവർ ആ വെള്ളം തുറന്നു വിടുക. അതാണ് അതിന്റെ കാര്യം. വേനലായിട്ടും ഇങ്ങനെ വെള്ളം എവിടെ നിന്ന് വരുന്ന ഈ വെള്ളം പിന്നെ എവിടുന്ന വരുന്നത്? ഇവിടെ വേറെ സ്ഥാപനങ്ങളില്ല. ഓട്ടോ സ്റ്റാൻഡ് ഡ്രൈവേഴ്സ് യൂണിയന്റെ പേരിൽ കളക്ടർക്കും നഗരസഭയ്ക്കും പരാതി നൽകിയിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ ഓടയുടെ സ്ലാബ് മാറ്റി പരിശോധന നടത്തുമെന്ന് നഗരസഭ അറിയിച്ചതായും തൊഴിലാളികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കിഴക്കിന്റെ മൂകാംബികയായ ഇടച്ചോറ്റി ശ്രീ സരസ്വതി ദേവി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷവും ദേവി ഭാഗവത നവാഹയജ്ഞവും ഈ മാസം 21-ന് തുടങ്ങും. വൈകുന്നേരം 4 മണിക്ക് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA നവാഹയജ്ഞം ഉദ്ഘാടനം ചെയ്യും. അന്നേ ദിവസം വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നവാഹയജ്ഞം മനോജ് ശാസ്ത്രികളുടെ നേതൃത്വത്തിൽ ആരംഭിക്കും. 22 മുതൽ എല്ലാ ദിവസവും രാവിലെ മഹാഗണപതി ഹോമത്തിനും ലളിതാ സഹസ്രനാമജപത്തിനും ശേഷം ദേവി ഭാഗവത മഹാത്മ്യം പാരായണം ചെയ്യും. 29-ന് വൈകുന്നേരം പൂജവയ്പും ഒക്ടോബർ 2-ന് പുലർച്ചെ പൂജയെടുപ്പും വിദ്യാരംഭവും നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ക്ഷേത്രം മുഖ്യ കാര്യദർശി സരസ്വതി തീർത്ഥപാദ സ്വാമികൾ, ട്രസ്റ്റ് സെക്രട്ടറി ബാബു കല്ലുംപുറത്ത്, ഉപദേശക സമിതി അംഗം ബിജു മിഷൻ പറമ്പിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 28-ാം തീയതി ഷഷ്ടിയാണ്. അന്ന് വിശേഷ ദിവസം ഷഷ്ടി പൂജ. വൈകുന്നേരം കുട്ടികളുടെ വിദ്യാവിജയ പൂജ. 500ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന വിദ്യാവിജയ പൂജ വൈകുന്നേരം 4 മണിക്ക് നടത്തപ്പെടുന്നു. 29-ാം തീയതി കിഴക്കൻ കേരളത്തിൽ തന്നെ അത്യപൂർവമായി നടത്തുന്ന കുമാരി പൂജ. 2 വയസ്സിനും 10 വയസ്സിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളെ ദേവിയുടെ 9 ഭാവങ്ങളായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നടത്തുന്ന കുമാരി പൂജ 29-ാം തീയതി നടക്കും. വൈകുന്നേരം 6 മണിക്ക് 29-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് പ്രത്യേകം തയ്യാർ ചെയ്തിരിക്കുന്ന സരസ്വതി മണ്ഡപത്തിൽ പൂജവയ്പ്, പുരാണ ഗ്രന്ഥങ്ങൾ, പണി ആയുധങ്ങൾ, കുട്ടികളുടെ പഠനോപകരണങ്ങൾ മുതലായവ പൂജ വയ്ക്കുന്നു. 30-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മഹാസർവീശ്വര പൂജ നടത്തപ്പെടുന്നു. ഒക്ടോബർ മാസം 1-ാം തീയതി മഹാനവമി ദിവസം നവാഹയജ്ഞത്തിൻ്റെ സമർപ്പണവും വൈകുന്നേരം 7 മണിക്ക് നൃത്യങ്ങൾ. ഒക്ടോബർ മാസം 2-ാം തീയതി വിജയദശമി. അന്നേ ദിവസം വിദ്യാരംഭം എന്ന പരമപവിത്രമായ ചടങ്ങ് നടത്തപ്പെടുന്നു. ആയുഷ് മേഖലയിലെ IT സേവനങ്ങളെക്കുറിച്ച് കുമരകത്ത് ദ്വിദിന ശില്പശാല തുടങ്ങി. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ആയുഷ് വകുപ്പിലെ സേവനങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് വീണ ജോർജ് പറഞ്ഞു. സംസ്ഥാന ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷൻ കേരളയും ചേർന്ന് ആയുഷ് മേഖലയിലെ IT അധിഷ്ഠിത സേവനങ്ങളെക്കുറിച്ച് കുമരകം KTDC വാട്ടർസ്കേപ്പിൽ ശില്പശാല സംഘടിപ്പിച്ചു.
ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ആയുഷ് വകുപ്പിലെ IT സേവനങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. സമഗ്രവും കേന്ദ്രീകൃതവുമായ ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ സേവനങ്ങളുടെ സുതാര്യത വർദ്ധിപ്പിക്കാനാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. Remain aligned with the larger digital health ecosystem of our country. Together, we can build a future where ancient wisdom and modern technology work in harmony to serve humanity's health and well-being. With these words, I have great pleasure in inaugurating this national workshop on IT solutions in the Ayush sector. Thank you. ആരോഗ്യ കുടുംബക്ഷേമ ആയുഷ് വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ N. ഖോബ്രഗഡെ ഓൺലൈനായി അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ കവിത ജെയിൻ, IT ഡയറക്ടർ സുബോധ് കുമാർ, നാഷണൽ ആയുഷ് മിഷൻ കേരള സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഡോക്ടർ D. സജിത്ത് ബാബു, ആയുഷ് വകുപ്പ് ഉത്തർപ്രദേശ് പ്രിൻസിപ്പൽ സെക്രട്ടറി രഞ്ജൻ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ കുറ്റിയാങ്കൽ ബേക്കേഴ്സിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിലെ പ്രതികളെ പോലീസ് സംരക്ഷിക്കുന്നതായി വ്യാപാരി വ്യവസായികൾ. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പാലായിൽ പ്രതിഷേധ ധർണ നടന്നു. യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ സംസ്ഥാന സെക്രട്ടറി ടോമി കുറ്റ്യാങ്കലിന്റെ ഉടമസ്ഥതയിലുള്ള പാലാ കുറ്റ്യാങ്കൽ ബേക്കേഴ്സ് ആക്രമിച്ച പ്രതികളെയും അക്രമം ആസൂത്രണം നടത്തിയവർക്കുമെതിരായ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആവശ്യപ്പെട്ടു. അക്രമത്തിനെതിരെയും പ്രതികളെ പോലീസ് സംരക്ഷിക്കുകയാണെന്നും ആരോപിച്ച് യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ കോട്ടയം ജില്ലാ കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. പാലായിലെ ചില സ്വയം പ്രഖ്യാപിത പൗരപ്രമുഖരും മുൻ MP-യുടെ മകനായ സ്വർണ്ണ വ്യാപാരിയും സമീപ പ്രദേശത്തെ ഒരു മുൻ MLA-യുടെ അനുജനും അനുജന്റെ മകനും ഇതിന് പിന്നിൽ ആസൂത്രണം നടത്തിയെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റും കോൺഫെഡറേഷൻ ഓഫ് ആൾ ഇന്ത്യ ട്രേഡേഴ്സ് ദേശീയ സെക്രട്ടറിയുമായ SS മനോജ് പറഞ്ഞു. എന്താണ് സംഭവിച്ചത്? കേസെടുത്തിട്ടില്ല, നടപടിയുമായി മുന്നോട്ട് പോയിട്ടില്ല. ഇല്ല. അതിനുശേഷം അറിയുന്നു മറ്റൊരാൾ തല്ലുകൊണ്ടതിൽ ഒരാൾ മലയാളിയാണെന്നും അയാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തെന്നും അദ്ദേഹത്തിന്റെ പരാതി പ്രകാരം പോലീസ് ജനമൈത്രിയുടെ അംഗം കൂടിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് ടോമി കുറ്റിയാങ്കലിനെ പിടിച്ച് 4 മണിക്കൂർ സ്റ്റേഷനിൽ കൊടുത്തു. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് ടോമിക്കൊരു കാര്യം മനസ്സിലാകുന്നത്, ഇതിന്റെ പിന്നിൽ ശക്തമായ ഒരു ഗൂഢാലോചന വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതിന് കാരണമുണ്ട്. ചില ആളുകൾ അവരുടെ തന്നെ ആളുകളെ മുൻനിർത്തി പണം കൊടുത്ത് ആളുകളെ തിരുവോണ ദിവസം മദ്യപിപ്പിച്ച് ബോധരഹിതരാക്കി ഈ കടയിൽ അതിക്രമം കാണിക്കുക എന്നുള്ളത് അവരുടെ ഒരു അജണ്ടയുടെ ഭാഗമാണ് എന്ന് ബോധ്യപ്പെട്ടു. യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ ജില്ലാ പ്രസിഡന്റ് VC പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ സെക്രട്ടറി സജേഷ് ശശി, നിജാം ബഷീർ, കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഔസേപ്പച്ചൻ തകഴിയൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. സർക്കാരിന്റെ സേവനങ്ങൾ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി കോട്ടയത്ത് ഡിജിറ്റൽ സാക്ഷരതാ പരിപാടി നടത്തി. സർക്കാരിന്റെ 200-ലധികം സേവനങ്ങളെക്കുറിച്ച് K-സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി അറിവ് ലഭിക്കും. സർക്കാരിന്റെ സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് പൊതുജനങ്ങൾ അറിയുന്നതിനും പ്രയോജനപ്പെടുത്തുന്നതിനുമായി കോട്ടയത്ത് സൗജന്യ ഡിജിറ്റൽ സാക്ഷരതാ പരിപാടി നടത്തി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. K-സ്മാർട്ട് എന്ന വാട്സാപ്പ് ആപ്ലിക്കേഷൻ വഴി സർക്കാരിന്റെ സേവനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. 200-ലധികം ദൈനംദിന കാര്യങ്ങൾക്ക് എങ്ങനെ അപേക്ഷിക്കണമെന്ന് K-സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി അറിയാൻ കഴിയും. ആരോഗ്യം, റവന്യൂ തുടങ്ങി എല്ലാ മേഖലകളെക്കുറിച്ചും ആപ്ലിക്കേഷനിൽ വിവരങ്ങൾ ലഭിക്കും. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് CPM കോട്ടയം ഏരിയ സെക്രട്ടറി ശശികുമാർ പറഞ്ഞു. വിദ്യാഭ്യാസമാകട്ടെ, റവന്യൂ രേഖകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആവശ്യമെങ്കിൽ അതുപോലെ തന്നെ ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം സൗകര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് എന്ന് തുടങ്ങി ഏതാണ്ട് 200-ലധികം വരുന്ന ദൈനംദിന ജീവിതാവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പര്യാപ്തമായ ഒരു വാട്സാപ്പ് ആപ്ലിക്കേഷനാണ് K-സ്മാർട്ട്. ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ കേരളത്തിലെ മുഴുവൻ ജനങ്ങളിലും എത്തിക്കുക എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു കൃത്യമാണ് ഇപ്പോൾ കോട്ടയത്തെ യുവത ഏറ്റെടുത്തിരിക്കുന്നത്. സംവിധായകനും മാക്ട ചെയർമാനുമായ ജോഷി മാത്യു പരിപാടിക്ക് ആശംസ നേർന്നു. പക്ഷേ ഇത് വളരെ പ്രയോജനപ്രദമായി. 200ഓളം ആപ്ലിക്കേഷൻസ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട്
നമുക്ക് ഏറ്റവും അടുത്ത് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് വളരെ ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ആളുകൾക്ക് ഏറ്റവും പ്രയോജനപ്രദമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പം തന്നെ നമുക്കറിയാം, യുവാക്കളായിട്ടുള്ള കുട്ടികൾ ഇവർ തന്നെ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതിനുവേണ്ടി അവർ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭാഗ്യക്കുറികൾക്ക് 40% GST വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധം. ഭാഗ്യക്കുറി സംരക്ഷണ സമിതി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കോട്ടയത്ത് ധർണ നടത്തി. ക്യാൻസർ രോഗികൾക്ക് ആശ്വാസം പകരാൻ ജില്ലയിൽ നടപ്പാക്കുന്ന പ്രഥമ റേഡിയേഷൻ ചികിത്സാ യൂണിറ്റിന് തറക്കല്ലിട്ടു. പദ്ധതി നടപ്പാക്കുന്നത് പാലാ ജനറൽ ആശുപത്രിയിൽ. ജനറൽ ആശുപത്രികളിൽ ക്യാൻസർ റേഡിയേഷൻ സൗകര്യമുള്ള ആദ്യ ചികിത്സാ കേന്ദ്രമാകാൻ പാല. കോട്ടയം മലരിക്കലെ ആമ്പൽ വസന്തം കടൽ കടന്നു. പിങ്ക് വസന്തം റിപ്പോർട്ട് ചെയ്ത് ഫ്രാൻസിലെ ദൃശ്യമാധ്യമം. കോട്ടയം തിരുനക്കരയിൽ ഹോട്ടലിൽ നിന്നുള്ള മലിനജലം പുറത്തേക്ക് ഒഴുക്കുന്നു. ബാത്റൂം മാലിന്യം ഉൾപ്പെടെ എത്തുന്നത് ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക്. പരാതിയുമായി തൊഴിലാളികൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.